ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഉള്ളത് വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീപോർട്ട് ട്രിവാൻഡ്രത്താണ് ഇപ്പോൾ ഞാനുള്ളത്. നമ്മുടെ മുന്നിൽ കാണാൻ സാധിക്കുന്നത് 8 STS ക്രെയിനിൻ്റെ ബൂം പൂർണ്ണമായിട്ടും റൈസ് ചെയ്ത് തന്നെയാണ് നിൽക്കുന്നത്. കാരണം 400 മീറ്റർ നീളമുള്ള MSC വിവയാന എന്ന് പറയുന്ന വലിയൊരു മദർഷിപ്പ് വിഴിഞ്ഞം പോർട്ടിൽ നിന്നും പുറത്തേക്ക് പോകുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. പുറത്തേക്കെന്ന് പറയുമ്പോൾ നമ്മുടെ വിഴിഞ്ഞം പോർട്ടിൽ വന്ന് കണ്ടെയ്നർ ലോഡ് ചെയ്യുകയും അൺലോഡ് ചെയ്യുകയും ചെയ്തതിന് ശേഷം ഷിപ്പ് സിംഗപ്പൂർ പോർട്ടിലേക്കാണ് പോകുന്നത്. നമുക്കെല്ലാവർക്കും വളരെ വ്യക്തമായിട്ട് ഈ ഷിപ്പിനെ അറിയാം. കാരണം നവംബർ 1 കേരളപ്പിറവി ദിനത്തിലാണ് ആദ്യമായിട്ട് വിഴിഞ്ഞം പോർട്ടിലേക്ക് നമ്മുടെ MSC വിവയാന എത്തിയത്. കേരളപ്പിറവി ദിനത്തിൽ MSCയുടെ സമ്മാനം തന്നെയായിരുന്നു MSC വിവയാന. ഇപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യമാണ് നമ്മുടെ വിഴിഞ്ഞം പോർട്ടിൽ വന്നു പോകുന്നത്. അതായത് ട്രാൻസ്ഷിപ്മെൻ്റെ ഭാഗമായിട്ട് വരുന്ന 63ാമത്തെ ഷിപ്പാണ് MSC വിവയാന. കാരണം ഫീഡർ വെസലുകൾ ധാരാളമായിട്ട് വിഴിഞ്ഞം പോർട്ടിൽ ഇപ്പോൾ നിലവിൽ ഒരാഴ്ചയിൽ തന്നെ വിഴിഞ്ഞം പോർട്ടിൽ വന്നു പോകുന്ന ധാരാളം ഷിപ്പുകളുണ്ട്. അതുപോലെ ഇപ്പോൾ ആയിക്കൊണ്ടിരിക്കുകയാണ് മദർഷിപ്പുകളും. ഇതാണ് ഇന്ത്യയിലെ ഒരേ ഒരു ട്രാൻസ്ഷിപ്മെൻറ്റ് ഹബ് എന്ന് പറയുന്നതിൽ അർത്ഥമായി വരുന്നത്. കാരണം മദർഷിപ്പുകളും ഇപ്പോൾ ട്രാൻസ്ഷിപ്മെൻ്റെ ഭാഗമായിട്ട് വിഴിഞ്ഞം പോർട്ടിൽ വരുന്നു എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് നമ്മുടെ മുന്നിൽ നിൽക്കുന്ന MSC വിവയാന. MSC വിവയാനയുടെ കൂടുതൽ ഡീറ്റെയിലേക്ക് പോയി കഴിഞ്ഞാൽ ഷിപ്പിൻ്റെ ഓവറോൾ ലെന്ത് എന്ന് പറയുന്നത് 400 മീറ്ററാണ്, അല്ലെങ്കിൽ നീളം എന്ന് പറയുന്നത് 400 മീറ്ററാണ്. ഷിപ്പിൻ്റെ വീതി അല്ലെങ്കിൽ ബീം എന്ന് പറയുന്നത് 58.6 മീറ്ററും 30.5 മീറ്ററാണ് ഷിപ്പിൻ്റെ ഡെപ്ത് വരുന്നത്. 17.44 മീറ്ററാണ് ഷിപ്പിൻ്റെ ഡ്രാഫ്റ്റ് വരുന്നത്. ഷിപ്പിന് 24 നോട്ടിക്കൽ മൈൽ സ്പീഡിൽ പോകാൻ പറ്റുന്ന ഷിപ്പിന് 19,368 TEU കണ്ടെയ്നർ കപ്പാസിറ്റി ഉൾക്കൊള്ളാൻ സാധിക്കും. അതിൽ 1500 റീഫർ കണ്ടെയ്നറും ഉൾക്കൊള്ളാൻ സാധിക്കും. അത്രയേറെ ഉൾക്കൊള്ളാൻ പറ്റുന്ന ഷിപ്പാണ് നമ്മുടെ മുന്നിലൂടെ കടന്നു പോകുന്നത്. ഇപ്പോൾ നമുക്ക് ഷിപ്പിൻ്റെ ബൾബസ് ഫ്ലോ നമുക്ക് കാണാൻ സാധിക്കും. കാരണം വളരെ കുറഞ്ഞ ഡ്രാഫ്റ്റിലാണ് വിഴിഞ്ഞം പോർട്ടിൽ നിന്ന് പോകുന്നത്. കാരണം ധാരാളം കണ്ടെയ്നർ ഇവിടെ അൺലോഡ് ചെയ്തിട്ടായിരിക്കും ആ ഷിപ്പ് പോയിക്കൊണ്ടിരിക്കുന്നത്. സിംഗപ്പൂർ പോർട്ടിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. വലിയൊരു ഷിപ്പ് തന്നെയാണ് MSC വിവയാന. വലിയൊരു ഷിപ്പ് എന്ന് എടുത്തു പറയേണ്ട കാര്യമില്ല. MSC അന്നയ്ക്ക് സമം വിഴിഞ്ഞം പോർട്ടിൽ വന്നതിൽ വെച്ച് ഏറ്റവും നീളം കൂടിയ ഷിപ്പാണ്. കണ്ടെയ്നറുടെ കാര്യത്തിൽ MSC ക്ലൗഡ് ജെറാൾഡ് തന്നെയാണ് വിഴിഞ്ഞം പോർട്ടിൽ വന്നതിൽ വെച്ച് ഏറ്റവും വലിയ ഷിപ്പ് എന്ന് പറയുന്നത്. അതായത് കണ്ടെയ്നർ കപ്പാസിറ്റിയുടെ കാര്യത്തിലാണെങ്കിൽ, നീളത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ MSC വിവയാനെ MSC അന്നയും തന്നെയാണ് ഏറ്റവും വലിയ ഷിപ്പ് എന്ന് എടുത്തു പറയാം. ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്ന ഷിപ്പിൻ്റെ ബൾബസ് ഫ്ലോ നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ പറ്റും. കണ്ടോ, ഇപ്പോൾ നമ്മൾ പറയുന്നത് പോലെ തിരമാലകളെ അല്ലെങ്കിൽ വെള്ളത്തെ കീറി മുറിച്ചുകൊണ്ട്, നമ്മുടെ പോർട്ടകത്ത് തിരമാലയില്ല, വെള്ളത്തെ കീറി മുറിച്ചുകൊണ്ട് പോകുന്ന ഷിപ്പിൻ്റെ ഡ്രാഫ്റ്റ് നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. എനിക്ക് തോന്നുന്നു 10 മീറ്റർ പോലും ഡ്രാഫ്റ്റ് ഇല്ല. 9.8 9 ആണ് ഷിപ്പിൻ്റെ ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത്. ഡ്രാഫ്റ്റ് വരെ നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ പറ്റുന്ന വിധത്തിലാണ് വളരെ സാവധാനത്തിൽ MSC വിവയാന വിഴിഞ്ഞം പോർട്ടിൽ നിന്നും പോകുന്ന മനോഹരമായ ദൃശ്യമാണ് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. വളരെയധികം പ്രത്യേകതകളെന്ന് പറയാൻ കാരണം നീളത്തിൻ്റെ കാര്യത്തിൽ വലുതാണ്. പിന്നെ ഇതുപോലുള്ള ഷിപ്പുകൾ വലിയ വലിയ പോർട്ടിൽ മാത്രമാണ് കയറിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ രണ്ടാമത്തെ പ്രാവശ്യം വരുന്നു എന്ന് പറയുമ്പോൾ അതൊരു പ്രത്യേകത തന്നെയാണ് വിഴിഞ്ഞം പോർട്ടിൽ. ഇത് നമ്മളെപ്പോഴും പറയുന്ന പോലെ ഷിപ്പിൻ്റെ ഏറ്റവും മുന്നിലത്തെ പോർഷനായ ഫോർമാസ്റ്റ് എന്ന് ആണ് നമ്മൾ അറിയപ്പെടുന്നത്. ഇതിൽ ഷിപ്പിൻ്റെ ഹോണും ഓണം കണക്ടിവിറ്റിയുടെ ഭാഗമായിട്ടുള്ള എക്യുപ്മെൻറ്റ്സും ഈ ഫോർമാസ്റ്റിൽ കാണാറുണ്ട്. ഇത് നമുക്ക് മുന്നിൽ കാണാൻ സാധിക്കും. ഷിപ്പിൻ്റെ ഏറ്റവും ഹൈറ്റുള്ള പ്ലേസും, അതായത് നമുക്ക് ബ്രിഡ്ജിൽ നിന്ന് നോക്കിയാൽ ഈ ഫോർമാസ്റ്റ് വളരെ വ്യക്തമായിട്ട് കാണുന്ന വിധത്തിൽ, എത്രത്തോളം കണ്ടെയ്നർ അടുക്കി വെച്ചാലും നമുക്ക് ഫോർമാസ്റ്റ് കാണുന്ന വിധത്തിലാണ് ഫോർമാസ്റ്റിൻ്റെ ഈ പറയുന്ന ഹൈറ്റ് ക്രമീകരിച്ചിട്ടുള്ളത്. ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും 2 ആങ്കറും, അതായത് ഷിപ്പിലുള്ള 2 ആങ്കറും നിലവിൽ ഹൈഡ് ചെയ്ത പൊസിഷനിലാണുള്ളത്. ഒരു പോർഷൻ തള്ളി നിൽപ്പുണ്ട്. അതിനകത്ത് ഹൈഡ് ചെയ്ത പൊസിഷനിലാണ് നിലവിൽ 2 ഷിപ്പിൻ്റെ ആങ്കറുമുള്ളത്. ധാരാളം കണ്ടെയ്നറാണ്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഇത്രയും ഡ്രാഫ്റ്റ് കുറഞ്ഞ് പോകുമ്പോഴത്തേക്കും കണ്ടെയ്നർ ഫില്ലായിട്ടാണ് പോകുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു കുറേ വേക്കൻറ്റ് കണ്ടെയ്നർ കാണും. കാരണം നമുക്കിപ്പോൾ എനിക്ക് തോന്നുന്നത് അങ്ങനെയാണ്, ഗേറ്റ് വേ കണ്ടെയ്നേഴ്സ് നമുക്ക് ഓപ്പണായി തുടങ്ങിയിട്ടില്ല. അപ്പോൾ ഇവിടെ വേക്കൻറ്റ് കണ്ടെയ്നർ വെക്കേണ്ട ആവശ്യവുമില്ല. അതുകൊണ്ടായിരിക്കും വേക്കൻറ്റ് കണ്ടെയ്നർ ആണെന്ന് തോന്നുന്നു ധാരാളമായി ഉള്ളത്. കാരണം ഇപ്പോൾ നമുക്ക് ഡ്രാഫ്റ്റ് കുറവാണെങ്കിലും കണ്ടെയ്നർ ധാരാളമുണ്ട്. ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ ഒരു പോർഷനാണെങ്കിൽ ഷിപ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പോർഷനാണ് ബ്രിഡ്ജ് എന്നാണ് അറിയപ്പെടുന്നത്. ഇതിൻ്റെ 2 സൈഡിലായിട്ട് ബ്രിഡ്ജ് വിങ്ങുണ്ട്. ഇപ്പോൾ നമ്മൾ കാണുന്നത് വീൽ ഹൗസാണ്. വീൽ ഹൗസിലാണ് ഈ പറയുന്ന ഗ്ലാസ് പോർഷൻ ഏരിയ കാണുന്നത്. അതിൻ്റെ തൊട്ട് മുകളിലായിട്ട് മങ്കി ഐലൻഡ് കാണുന്നു. മങ്കി ഐലൻഡോട് ചേർന്നിട്ടാണ് നാവിഗേഷൻ എക്യുപ്മെൻറ്റ്സ്, റഡാർ, സിഗ്നൽ മാസ്റ്റ്,
എന്നിവ കാണപ്പെടുന്നത് ഈ മങ്കി ഐലൻഡിനോട് ചേർന്നിട്ടാണ്. ഇപ്പോൾ നമ്മൾ കാണുന്ന ഷിപ്പിൻ്റെ വിങ്സ് എന്ന് പറയുന്ന 2 പോർഷനിലായിട്ട് വിങ്സ് പോലെ ഇരിക്കുന്ന പോർഷനാണ് ഷിപ്പിൻ്റെ വിങ്സ്. ഇതെല്ലാം ബ്രിഡ്ജിൽ ഉൾപ്പെട്ടതാണ്. ഷിപ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം ഈ ക്രൂയിസ് മെമ്പേഴ്സ് ധാരാളമായുള്ളതും ധാരാളമായുള്ളതെന്ന് വെച്ചാൽ ഷിപ്പിലെ എല്ലാ ക്രൂയിസ് മെമ്പേഴ്സും ഈ പറയുന്ന ക്യാപ്റ്റൻ ഉൾപ്പെടെയുള്ളവർ ഈ ബ്രിഡ്ജിലാണ്, നിലവിൽ ബ്രിഡ്ജ് പോർട്ടിലാണ് അവരുടെ ബാക്കിയുള്ള അക്കോമഡേഷനും എല്ലാം. ബാക്കി എല്ലാ ഭാഗത്തും കണ്ടെയ്നർ ഫില്ലാണ്. ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് നമ്മൾ സ്ഥിരമായിട്ട് പറയുന്ന പോലെ തന്നെ ലൈഫ് ബോട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ലൈഫ് ബോട്ടുമായിട്ട് ചേർന്നിട്ട് നമുക്ക് കപ്പലിലേക്ക് ഇറങ്ങുന്ന ഒരു ലാഡർ, നമുക്ക് കപ്പലിലേക്കല്ല പോർട്ടിലേക്ക് ഇറങ്ങുന്ന ഒരു ലാഡർ നമുക്ക് കാണാൻ സാധിക്കും. ഉണ്ടോ, ഇതാണ് പോർട്ടിലേക്ക് ഇറങ്ങുന്ന ലാഡർ. ഈ ലാഡർ ചിലപ്പോൾ കംപ്ലൈൻറ്റ് വന്നിട്ട് പോർട്ടിലേക്ക് ഇറങ്ങാൻ പറ്റാത്ത സിറ്റുവേഷൻ ആണെങ്കിൽ പോർട്ട് തന്നെ ലാഡർ ഇഷ്യൂ ചെയ്യുന്നതായിരിക്കും. അതിന് അഡീഷണൽ ചാർജ് തന്നെയാണ്. എല്ലാ സാധനത്തിനും അഡീഷണൽ ചാർജ് തന്നെയാണ്. അതായത് ഒരു സ്ക്രൂ ഇളക്കി മാറ്റി വെക്കുന്നതിനും പോർട്ടിൽ വന്നാണ് ചെയ്യുന്നതെങ്കിൽ അത് അഡീഷണൽ എക്സ്പെൻസ് തന്നെയാണ്. കാരണം ഇത്രയും വലിയൊരു കപ്പലിൽ ചെറിയൊരു ചേഞ്ച് വരുത്തണമെങ്കിൽ ഏതെങ്കിലും പോർട്ടിൽ കയറിയാൽ മാത്രമേ ചേഞ്ച് വരുത്താനായി സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് അതെല്ലാം അഡീഷണൽ എക്സ്പെൻസ് തന്നെയാണ് വരുന്നത്. വളരെ മനോഹരമായ ഷിപ്പ് തന്നെയാണ് MSC വിവയാന. വളരെ വൈഡ് ആയിട്ടുള്ള വ്യൂ തന്നെയാണ്. ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് നമ്മുടെ ടഗ് ബോട്ട് ഇപ്പോൾ തിരിച്ചു പോവുകയാണ്. എനിക്ക് തോന്നുന്നു നമ്മളെ പോർട്ടിലെ പൈലറ്റ് ഇപ്പോൾ ടഗ് ബോട്ടിൽ കയറിയിട്ടുണ്ട്. അതാ കാണാൻ സാധിക്കും. പോർട്ടിലെ പൈലറ്റ് ടഗ് ബോട്ട് കയറിയ ശേഷം ടഗ് തിരിച്ചു പോകുന്ന കാഴ്ച. ഈ ടഗിന് വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ 360 ഡിഗ്രിയിൽ ഇത് തിരിയാനായിട്ട് സാധിക്കും. എങ്ങനെ വേണോ ടഗിന് സ്പീഡിൽ തന്നെ തിരിഞ്ഞു പോകാനായിട്ട് സാധിക്കുന്ന ഒരു കഴിവുണ്ട് ടഗിന്. അതുകൊണ്ടാണ് ടഗ് പല രീതിയിലും തിരിച്ചു കൊണ്ട് കപ്പലിനെ നമ്മുടെ ഈ പുറംകടലിൽ നിന്നും അല്ലെങ്കിൽ നമ്മുടെ ഈ പറയുന്ന കപ്പൽച്ചാലിൽ നിന്നും പോർട്ടിനകത്തോട്ട് പ്രവേശിപ്പിക്കുന്നത് തന്നെ ഏത് രീതിയിലൂടെയും തിരിഞ്ഞും മറിഞ്ഞൊക്കെ പോയിട്ടാണ്. അതുകൊണ്ട് 360 ഡിഗ്രിയിൽ സഞ്ചരിക്കാൻ പറ്റും. എനിക്ക് തോന്നുന്നു മാക്സിമം സ്പീഡ് 14 നോട്ടിക്കൽ മൈൽ സ്പീഡ് തന്നെയാണ് ടഗിൻ്റെ മാക്സിമം സ്പീഡ്. ഇതാണ് നമ്മുടെ MSC വിവയാന എന്ന് പറയുന്ന വലിയൊരു മദർഷിപ്പ് വിഴിഞ്ഞം പോർട്ടിൽ രണ്ടാമതായി എത്തുന്ന മദർഷിപ്പ്. ഞാൻ പിന്നെയും സൂം ചെയ്യുന്നത് നമ്മുടെ ഈ പറയുന്ന ബൾബസ് ബോയിലേക്കാണ്. ബൾബസ് ബോ കാണാനും നല്ല ഭംഗിയുണ്ട്. അതുമാത്രമല്ല ഈ പറയുന്ന ജലത്തെ കീറി മുറിച്ചുകൊണ്ട് മുന്നോട്ട് ഫാസ്റ്റായിട്ട് പോകുന്ന ബൾബസ് ബോയ് കാണാനും നല്ല ഭംഗിയാണ്. ഇപ്പോൾ ഡ്രാഫ്റ്റ് വളരെ കുറഞ്ഞത് കൊണ്ടാണ്, അതായത് എനിക്ക് തോന്നുന്നു 9.8 മീറ്റർ ഡ്രാഫ്റ്റ് ഉള്ളത് കൊണ്ട് തന്നെയാണ് 9.8 ഇല്ല 9.5 6 ആണ് ഡ്രാഫ്റ്റ്. നിലവിൽ നമുക്ക് ആ ഡ്രാഫ്റ്റ് തൊട്ട് മുന്നേ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. സൂം ചെയ്ത് നോക്കിയാൽ നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. അതുകൊണ്ടാണ് ഈ ബൾബസ് ബോയെ കാണാൻ സാധിക്കുന്നത്. ഇതുപോലുള്ള വലിയ മദർഷിപ്പുകൾക്കൊന്നും ബൾബസ് ബോ കാണാനായിട്ട് അധികം സാധിക്കില്ല. കാരണം എപ്പോഴും ലോഡ് തന്നെയായിരിക്കും ഷിപ്പിൽ, കണ്ടെയ്നർ ലോഡ് ഉള്ളതുകൊണ്ട് കാണാനായിട്ട് സാധിക്കില്ല. ഇപ്പോൾ നമുക്ക് ഈ കാണുന്ന ഈ പോർഷനാണ് നമ്മുടെ ഷിപ്പിൻ്റെ ഫണൽ ഏരിയ എന്ന് പറയുന്നത്. അത് നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. ബ്രിഡ്ജ് കഴിഞ്ഞിട്ടുള്ള പോർഷനാണ് ഈ ഫണൽ ഏരിയ വരുന്നത്. കണ്ടോ, ആ ഫണൽ ഏരിയയുടെ ഫുള്ള് പോർഷൻ നമുക്ക് കാണാൻ സാധിക്കും. ഇതാണ് ഫണൽ ഏരിയ. അതായത് ഇഞ്ചിനുമായിട്ടുള്ള ഔട്ട്പുട്ട് എക്സോസ്റ്റ് പോകുന്നത് ഈ ഫണലിലൂടെയാണ്. ഇപ്പോൾ കുറച്ച് പുകയൊക്കെ ഉയർന്നു പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. കാരണം ഇപ്പോൾ നമ്മുടെ പോർട്ടിന് പുറത്തേക്ക് ഇറങ്ങിയിരിക്കുന്നു. അപ്പോൾ എഞ്ചിൻ സ്റ്റാർട്ടായി എഞ്ചിൻ്റെ പവറിലാണ് ഷിപ്പ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ആ ഫണലിൽ കൂടുതലായിട്ട് നമുക്ക് ഡീറ്റെയിൽ അകത്തോട്ടൊന്നും നമുക്ക് അറിയാൻ സാധിക്കില്ല. എന്നാൽ നമുക്ക് കുറച്ച് പോർഷൻസ് പല സ്ഥലങ്ങളിലായിട്ട് ലിഫ്റ്റ് നമുക്ക് അകത്തായിരിക്കും, പുറത്ത് സ്റ്റെയർ ഉള്ളതായിട്ട് കാണാൻ സാധിക്കും. സ്റ്റെയറിലൂടെയും നമുക്ക് ഈ ഫണൽ വഴിയൊക്കെ ഉണ്ടോ ക്രൂ മെമ്പേഴ്സിന് സഞ്ചരിക്കുന്നതിന് ലിഫ്റ്റൊക്കെ ഇതിനകത്ത് തന്നെയുണ്ട്. അത്രയും വലിയൊരു ഫണൽ തന്നെയാണ്. എല്ലാ ഷിപ്പുകളിലും അങ്ങനെ തന്നെയാണ്, വലിയ ഫണലാണ് നിലവിൽ. ഈ നമ്മുടെ വിഴിഞ്ഞം പോർട്ടിൽ ധാരാളം ഷിപ്പുകൾ വരുന്നതുകൊണ്ട് ഇപ്പോൾ ഷിപ്പിൻ്റെ കൂടുതൽ ഡീറ്റെയിലൊക്കെ എനിക്ക് ഉൾപ്പെടെ നമ്മുടെ ഈ പറയുന്ന ഫ്രണ്ട്സിന് ഉൾപ്പെടെ അറിയാൻ സാധിക്കുന്നു. ഞാൻ ഉൾപ്പെടെ പലരും നമ്മുടെ വിഴിഞ്ഞം പോർട്ടിൽ വരുന്ന കപ്പലിൻ്റെ വീഡിയോ ചെയ്യുന്നുണ്ട്. അവരെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ കൂടുതൽ നമ്മൾ കേൾക്കുമ്പോൾ കൂടുതൽ ഷിപ്പുകൾ അറിയാൻ സാധിക്കുന്നു. ഇപ്പോൾ നമ്മൾ കണ്ടതെല്ലാം കണ്ടെയ്നർ ഷിപ്പാണ്. ഇപ്പോൾ കണ്ടെയ്നർ ഷിപ്പിൻ്റെ ഡീറ്റെയിൽസ് തന്നെയാണ് നമുക്കിപ്പോൾ കാണാപ്പാടമായിരിക്കുന്നു പറഞ്ഞ്. ഇത് ഏറ്റവും ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ പോർഷനിലെ ടഗ് ബോട്ട് കാണാൻ സാധിക്കും. അതുമാത്രമല്ല MSC വിവയാന എന്ന് പറയുന്ന ബാഡ്ജിങ് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നതോടൊപ്പം IMO നമ്പറും നമുക്ക് വായിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിൽ കാണാൻ സാധിക്കുന്നുണ്ടോ. ജലത്തെ കീറി മുറിച്ചുകൊണ്ട് നീങ്ങുന്ന MSC വിവയാന ആണ് നമ്മുടെ മുന്നിലുള്ളത്. ഇപ്പോൾ പോർട്ടിന് പുറത്തിറങ്ങിയതിന് ശേഷം വളരെ ഫാസ്റ്റായിട്ടാണ് വിവയാന സിംഗപ്പൂർ പോർട്ടിലേക്കാണ് പോകുന്നത്. എനിക്ക് ജിറോങ് പോർട്ടിലേക്കാണെന്ന് തോന്നുന്നു ഷിപ്പ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഈസ്റ്റ് വെസ്റ്റ് സീ റൂട്ടിലേക്ക് കയറുന്ന മെയിൻ പോർട്ടിൽ കയറുന്ന മദർ ഷിപ്പുകളെല്ലാം വിഴിഞ്ഞം പോർട്ടും പരിഗണിച്ചിരിക്കുന്നു. വിഴിഞ്ഞം പോർട്ടിൽ കയറിയിരിക്കുന്നു. ഇപ്പം നമ്മൾ ആരും MSC വന്ന് നിർബന്ധിച്ച് ഷിപ്പുകളെ കയറ്റുകയല്ല. നിലവിൽ അവർക്ക് ബിസിനസ്സിന് പറ്റിയ സ്ഥലം തന്നെയാണ് വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീപോർട്ട് എന്ന് കപ്പലുകൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു. കാരണം ഞാൻ പലപ്പോഴായിട്ട് പറയുന്ന പോലെ ഈസ്റ്റ് വെസ്റ്റ് സീ റൂട്ടിൽ നിന്നും വെറും 10 നോട്ടിക്കൽ മൈൽ മാത്രം അകലമാണ് നമ്മുടെ വിഴിഞ്ഞം
സീപോർട്ടിനുള്ളത്. അതായത് ഏകദേശം 18.5 കിലോമീറ്റർ എന്ന് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. പണ്ടൊക്കെ അല്ല, ഇപ്പോഴും നമ്മുടെ വിഴിഞ്ഞം പോർട്ടിൽ പോയി കഴിഞ്ഞാൽ തെളിഞ്ഞ കാലാവസ്ഥയാണെങ്കിൽ വിഴിഞ്ഞം പോർട്ടിൻ്റെ പരിസരത്ത് നിന്നാൽ വളരെ ദൂരെ കൂടിയായിട്ട് ഷിപ്പുകൾ പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. വ്യക്തതയില്ലെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കണക്ടിവിറ്റിയുടെ ഭാഗമായിട്ടുള്ള എല്ലാ പോർഷൻസും നമുക്ക് ഇവിടെ ഷിപ്പ് പോകുന്ന സ്ഥലത്ത് നമുക്ക് കാണാൻ സാധിക്കും. അതുമാത്രമല്ല, ഇന്ത്യയുടെ ഫ്ലാഗും കാറ്റിൽ പറന്ന് കളിക്കുന്നത് കാണാൻ വളരെ മനോഹരം തന്നെയാണ്. ഇനിയുള്ള എല്ലാ ഷിപ്പുകളും ഇന്ത്യയുടെ ഫ്ലാഗുകൾ ധാരാളം ഇങ്ങനെ പാറിപ്പറക്കും എന്ന് പറയാം. കാരണം മിക്ക ഷിപ്പുകളും വിഴിഞ്ഞം പോർട്ട് വഴി തന്നെയാണ് പോകുന്നത്, വിഴിഞ്ഞം പോർട്ടിലേക്ക് പ്രവേശിക്കുകയും ചെയ്യും. ഇതാണ് നമ്മുടെ മനോഹരമായ വിഴിഞ്ഞം പോർട്ടിൽ നിന്നുള്ള ദൃശ്യം. ധാരാളം ഷിപ്പുകൾ വിഴിഞ്ഞം പോർട്ടിൽ വന്നതിന് ശേഷം ഇപ്പോൾ തിരിഞ്ഞു പോകുന്ന കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. നമുക്കിപ്പോൾ നേരത്തെയാണെങ്കിൽ ഷിപ്പ് വന്നിട്ട് ആഴിമല ക്ഷേത്രത്തിൻ്റെ ഭാഗത്തൂടെയാണ് തിരിഞ്ഞു പോയിക്കൊണ്ടിരുന്നത്. ഷിപ്പ് കയറുന്നു അവിടെ കൂടിയാണ് ആയിരുന്നു. പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ ഏത് ഭാഗത്തു നിന്നാണ് ഷിപ്പ് കയറാം. കാരണം ഈ പറയുന്ന വിഴിഞ്ഞം പോർട്ടിൻ്റെ സൈഡും ഈ പോർഷൻസ് എല്ലാം നിലവിൽ ചെറിയ ഡ്രാഫ്റ്റുള്ള ഷിപ്പുകൾ കയറാൻ സാധിക്കും. എല്ലായിടത്തും 18 മീറ്ററോളം ആഴമുണ്ട്. അതിനാൽ ഇപ്പോൾ നിലവിൽ ഈ പോകുന്ന ഷിപ്പ് 9.5 ആണ് കറക്റ്റ് ഡ്രാഫ്റ്റ് എന്ന് പറയും. നമുക്ക് നേരത്തെ തൊട്ട് മുന്നേ കണ്ടുണ്ടായിരുന്നു. അതിനാൽ നമുക്ക് ഈ പ്ലേസിൽ നിന്ന് എവിടെ നിന്നാണ് തിരിഞ്ഞു പോകാൻ സാധിക്കും. കാരണം ഒരരട്ടി നമ്മുടെ ഈ ഷിപ്പിൻ്റെ ഡ്രാഫ്റ്റിനെ കാട്ടിയും ഒരരട്ടി ആഴം ഈ പ്ലേസിലുള്ളത് കൊണ്ട് ഷിപ്പുകൾക്ക് ധൈര്യമായിട്ട് ഏത് പോർഷനിൽ നിന്നും തിരിഞ്ഞു പോകാനായി. മാത്രമല്ല, MSCയുടെ തന്നെ ക്ലൗഡ് ജെറാഡ് എന്ന് പറയുന്ന കപ്പലും വിഴിഞ്ഞം പോർട്ടിൽ വന്നു പോയതാണ്. അതായത് ലോകത്തിലെ ഏറ്റവും വലിയ കപ്പലുകളുടെ ശ്രേണിയിൽപ്പെട്ട അല്ലെങ്കിൽ കണ്ടെയ്നർ കപ്പാസിറ്റിയുടെ ശ്രേണിയിൽപ്പെട്ട MSCയുടെ ക്ലൗഡ് ജെറാഡും വിഴിഞ്ഞം പോർട്ടിൽ വന്നു പോയതിനാൽ ധൈര്യമായിട്ട് ഏത് ഷിപ്പിനും വിഴിഞ്ഞം പോർട്ടിലേക്ക് വരാനായിട്ട് സാധിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഫ്രണ്ട്സ്, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഫാമിലി മെമ്പറിൽ ഒരു അംഗമായി കഴിഞ്ഞാൽ ഞാനിടുന്ന ഓരോ വീഡിയോയും ആദ്യം തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. താങ്ക് യു ഫ്രണ്ട്സ്.